ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 66. യഥാർത്ഥ ഭക്തി. കർത്താവ് അരുളി ചെയ്യുന്നു, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. കാളയെ കൊല്ലുന്നവൻ മനുഷ്യനെ കൊല്ലുന്നവനെ പോലെയും ആടിനെ ബലിയർപ്പിക്കുന്നവൻ പട്ടിയുടെ കഴുത്തൊടിക്കുന്നവനെ പോലെയും ധാന്യബലി അർപ്പിക്കുന്നവൻ പന്നിയുടെ രക്തം കാഴ്ചവെക്കുന്നവനെ പോലെയും അനുസ്മരണ ബലിയായി ധൂപം അർപ്പിക്കുന്നവൻ വിഗ്രഹത്തെ വണങ്ങുന്നവനെ പോലെയുമാണ്. അവർ സ്വന്തം പാത തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മ്ലേച്ഛതകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും. അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും. കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു, എനിക്ക് അനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ, അവിടുത്തെ വചനം കേൾക്കുവീൻ. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ, കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ, നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു. എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാവുക. ഇതാ, നഗരത്തിൽ നിന്ന് ഒരു ശബ്ദകോലാഹലം, ദേവാലയത്തിൽ നിന്ന് ഒരു സ്വരം. ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരമാണത്. പുതിയ ജനം. സമയമാകുന്നതിന് മുൻപേ അവൾ പ്രസവിച്ചു. പ്രസവവേദന ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ആരെങ്കിലും ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ട് ഒരു ദേശമുണ്ടാകുമോ? ഒരു നിമിഷം കൊണ്ട് ഒരു ജനത രൂപം കൊള്ളുമോ? പ്രസവവേദന തുടങ്ങിയപ്പോഴേ സിയോൻ പുത്രരെ പ്രസവിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു, ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടെ ആനന്ദിച്ചുല്ലസിക്കുവീൻ. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവീൻ. അവളുടെ സാന്ത്വന സ്തന്യം പാനം ചെയ്ത് തൃപ്തരാകുവീൻ. അവളുടെ മഹത്വത്തിൻ്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തി അടയുവീൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും. അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും. അവിടുത്തെ ശാസനം ആളിക്കത്തും. കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും. എല്ലാ മർത്യരുടെയും മേൽ വാളുകൊണ്ട് വിധി നടത്തും. കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, മധ്യത്തിൽ നിൽക്കുന്നവൻ്റെ അനുയായികളായി ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയും പന്നിയിറച്ചി, മ്ലേച്ഛ വസ്തുക്കൾ, ചുണ്ടെലി എന്നിവ തിന്നുകയും ചെയ്യുന്നവർ ഒന്നിച്ച് നാശമടയും. ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു. ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും. അവരുടെ ഇടയിൽ ഞാൻ ഒരു അടയാളം സ്ഥാപിക്കും. അവരിൽ അതിജീവിക്കുന്നവരെ താർഷീഷ്, പുദ്, പില്ലാളികൾ വസിക്കുന്ന ലുദ്, തുബാൽ, യാവാൻ, വിദൂര തീരദേശങ്ങൾ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എൻ്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ അയക്കും. അവർ എൻ്റെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യ ബലിവസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിൽ നിന്ന് കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തും കയറ്റി എൻ്റെ വിശുദ്ധഗിരിയായ ജെറുസലേമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും. അവരിൽ നിന്ന് കുറേ പേരെ പുരോഹിതന്മാരും ലേവ്യരുമായി ഞാൻ തിരഞ്ഞെടുക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അമാവാസി മുതൽ അമാവാസി വരെയും സാപത്ത് മുതൽ സാപത്ത് വരെയും മർത്യരെല്ലാവരും എൻ്റെ മുൻപിൽ ആരാധനയ്ക്കായി വരും. കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ചെന്ന് എന്നെ എതിർത്തവരുടെ ജഡങ്ങൾ കാണും. അവയിലെ പുഴുക്കൾ ചാവുകയോ അവരുടെ അഗ്നി ശമിക്കുകയോ ഇല്ല. എല്ലാവർക്കും അത് ഒരു ഭീവത്സ ദൃശ്യമായിരിക്കും. പ്രിയ ദൈവജനമേ,
ബാബിലോണിലെ പ്രവാസത്തിന് ശേഷം ജെറുസലേം തിരിച്ചെത്തിയ ഇസ്രായേൽ ജനത ദേവാലയം പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്ന ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് ഈ സമാപന അധ്യായം 66-ാം അധ്യായം എഴുതപ്പെട്ടിരിക്കുന്നത്. ആകാശം സിംഹാസനവും ഭൂമി പാദപീഠവുമായ ദൈവത്തിന് മനുഷ്യർ പണിയുന്ന കെട്ടിടങ്ങൾ മതിയാകുകയില്ലെന്ന വലിയ സത്യം യെശയ്യാ പ്രവാചകൻ ഇവിടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. കേവലം ബാഹ്യമായ ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു ജനതയോട് ഹൃദയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. അക്കാലത്തെ രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിലും ദൈവത്തിൻ്റെ പരമാധികാരം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നുവെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. പ്രവാചകനായ യെശയ്യാ അത്യന്തം ഗൗരവത്തോടും എന്നാൽ പ്രത്യാശയോടെയുമാണ് ദൈവത്തിൻ്റെ അന്തിമ വിധി ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ അഹങ്കാരത്തെ തകർക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ പ്രവാചകൻ്റെ വാക്കുകളിൽ വലിയ ആത്മീയ തീക്ഷ്ണതയായി പ്രതിഫലിക്കുന്നുണ്ട്. തകർക്കപ്പെട്ട ഹൃദയത്തോടും അനുതാപത്തോടും കൂടി വരുന്നവളെയാണ് പിതാവായ ദൈവം കടാക്ഷിക്കുന്നത് എന്ന വലിയ പാഠം പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നു. ദൈവത്തെ ഭയപ്പെടാത്തവർക്കുള്ള കഠിനമായ ന്യായവിധിയും വിശ്വസ്തർക്കുള്ള മഹത്തായ ആശ്വാസവുമാണ് ഈ അധ്യായത്തിലെ ഈ 66-ാം അധ്യായത്തിലെ പ്രധാന പ്രവചന സന്ദേശം. പ്രവാസത്തിന് ശേഷമുള്ള കഠിനമായ സാഹചര്യങ്ങളിൽ ജനങ്ങൾ നിരാശരായപ്പോൾ ജെറുസലേമിൻ്റെ മഹത്വം വീണ്ടെടുക്കപ്പെടുമെന്ന ഉറച്ച വാഗ്ദാനം ദൈവം നമുക്കും നൽകുന്നു. ശിശുവിനെ പ്രസവിക്കുന്ന അമ്മയെപ്പോലെ സിയോൻ പെട്ടെന്ന് പുതിയൊരു ജനതയ്ക്ക് ജന്മം നൽകും എന്ന അത്ഭുതകരമായ ചിത്രം ഇവിടെ കാണുവാൻ സാധിക്കും. വിഗ്രഹാരാധനയിലും അശുദ്ധിയിലും തുടരുന്നവർക്ക് അഗ്നി സമാനമായ ശിക്ഷ ലഭിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ ജെറുസലേമിൽ സമാധാനത്തിൻ്റെ നദി ഒഴുകുന്നത് കണ്ട് ആനന്ദിക്കും എന്ന് അവിടുന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും മനോഭാവവും നീതിമാന്മാരോടുള്ള അഗാധമായ വാത്സല്യവും ഒരേപോലെ ഈ വചനങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. പ്രത്യാശയുടെയും താക്കീതിൻ്റെയും ഈ സന്ദേശം അക്കാലത്തെ വിശ്വാസികൾക്ക് ദൈവത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള വലിയൊരു പ്രേരണയുമായിരുന്നു. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾക്ക് കേവലം മതപരമായ ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭക്തി പോരാ എന്ന ശക്തമായ പാഠം ഈ അധ്യായം നൽകുന്നു. ബാഹ്യമായ ആചാരങ്ങളെക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് എളിമയുള്ള ഹൃദയവും അവിടുത്തെ വചനത്തോടുള്ള ആദരവുമാണെന്ന് നാം തിരിച്ചറിയണം. സഭയിലും സമൂഹത്തിലും നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ ദൈവത്തിൻ്റെ അന്തിമ ന്യായവിധി ഉണ്ടാകും എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് സിയോന് ലഭിച്ചതുപോലെയുള്ള ദൈവിക ആശ്വാസം തീർച്ചയായും ലഭ്യമാണ്. എല്ലാ ജനതകളെയും ഭാഷകളെയും ദൈവം തൻ്റെ മഹത്വം കാണാൻ വിളിക്കുന്നു എന്നത് ആഗോള സഭയുടെ ദൗത്യത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കാൻ വിശ്വാസികളായ ഓരോരുത്തരും നിങ്ങളും ഞാനും കടപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായുള്ള തയ്യാറെടുപ്പിൽ നാം നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ഒരുക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. പിതാവായ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നിറഞ്ഞ ഈ 66-ാം അധ്യായം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായുള്ള വലിയൊരു കാത്തിരിപ്പാണ് നമുക്ക് നൽകുന്നത്. അന്ത്യവിധിയിൽ നീതിമാന്മാർക്ക് ലഭിക്കുന്ന നിത്യമായ ആനന്ദവും ദൈവത്തെ തള്ളിക്കളയുന്നവർക്കുള്ള ശിക്ഷയും പ്രവാചകൻ വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നു. എങ്കിലും അനുതപിക്കുന്ന പാപിയെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം ഈ വചനങ്ങൾക്കിടയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. സിയോൻ്റെ പുനരുദ്ധാരണം പോലെ നമ്മുടെ ജീവിതങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ പുതുക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. ജീവിതത്തിലെ കഷ്ടതകളും പ്രതിസന്ധികളും ദൈവമഹത്വത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് ഈ 66-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും നമുക്കൊരുമിച്ച് കർത്താവിനായി കാത്തിരിക്കാം. അവിടുന്ന് നമുക്ക് തീർച്ചയായും നിത്യ സമാധാനം നൽകും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മാറ്റമില്ലാത്തവയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവം ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.